ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായി സേവാ സംഘടന. ലവ് ആൾ, സെർവ് ആൾ, ഹെൽപ്പ് എവർ, ഹർട്ട് നെവർ. കലിയുഗത്തിൽ സംഘടിത പ്രവർത്തനങ്ങൾക്കാണ് ശക്തി. അതുകൊണ്ട് തന്നെ ഏകാന്ത ജപ ഭജനത്തെക്കാൾ സങ്കീർത്തനാദികൾക്ക് ആചാര്യന്മാർ പ്രാധാന്യം കൊടുക്കുന്നു. ഭഗവാൻ ബാബ അരുളി: നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭഗവാനെ കീർത്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, സേവിക്കുമ്പോൾ അതിലൊരാളുടെ ഭക്തി മൂലം പോലും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ലഭ്യമാകും. അന്നഗത പ്രാണരാണ് കലിയുഗമാനവർ. മനസ്സിന്റെ ചാഞ്ചല്യം പോലും എന്തെന്ന് പിടികിട്ടാത്തവർ. അവരോട് എങ്ങനെ ഏകാഗ്രത, ധാരണ, ധ്യാനം തുടങ്ങിയ സൂക്ഷ്മതമങ്ങളായ ആധ്യാത്മിക കാര്യങ്ങൾ പറയാനാകും? ചിത്തശുദ്ധിക്കായി കർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാൻ അജ്ഞാനതിമിരത്താൽ അവർക്ക് കഴിയുന്നില്ല. കൃപാലുവായ പരമ്പൊരുൾ സായി വടിവാർന്നെഴുന്നള്ളി അതിനും പരിഹാരം നൽകിയതാണ് സായി സേവാ സംഘടന. ഇത് സാധകർക്ക് വേണ്ടിയാണെന്ന് ഭഗവാൻ പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. നമ്മെ മഹത്തായ അവതാര ദൗത്യത്തിന്റെ ഭാഗമാക്കി ചിത്തവിക്ഷോഭങ്ങളെ ശമിപ്പിക്കാൻ ഭഗവാൻ അരുളിയ സുന്ദര സുഗമ പഥം. അതിന് ഭഗവാൻ 2 സൂത്രവാക്യങ്ങൾ സമ്മാനിച്ചു: ലവ് ആൾ, സെർവ് ആൾ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സഹായിക്കുക. അതെങ്ങനെ വേണമെന്നുള്ളതിന്റെ വിശദീകരണമാണ് ഹെൽപ്പ് എവർ, ഹർട്ട് നെവർ. സദാ സേവിക്കുക, ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക. ഈ 2 സൂത്രങ്ങളിൽ ലക്ഷ്യവും മാർഗവും അടങ്ങിയിരിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കണമെങ്കിൽ, സേവിക്കണമെങ്കിൽ ആരെയും ഒരിക്കലും ദ്രോഹിക്കരുത്, ചിന്തയിൽ പോലും വേദനിപ്പിക്കരുത്. അത്തരമൊരു മനോനില ഉണ്ടാകണമെങ്കിൽ എല്ലാറ്റിലും ഉള്ളത് താനാണ്, അല്ലെങ്കിൽ തന്റെ ഇഷ്ടദേവനാണെന്ന ഉറപ്പ് ഉണ്ടാകണം. അപ്പോഴേ സ്വാഭാവികമായി സ്നേഹം വരൂ. സർവം ഖലു ഇദം ബ്രഹ്മ എന്ന ഉപനിഷത് സത്യത്തെ ആധുനിക കാലത്തിനായി സ്വാമി പരിഭാഷപ്പെടുത്തി. സർവ്വത്തിലും സായി നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ ആരെ സേവിച്ചാലും സായി സേവ, ആരെ ഉപദ്രവിച്ചാലും അത് ബാധിക്കുന്നത് സായിയെ തന്നെ. ഈ പ്രസ്താവം സാധകന്റെ സ്വാർത്ഥതയ്ക്കും ലോഭത്തിനും ക്രോധത്തിനും മൂക്കുകയറിടുന്നു. സ്വാമിക്കായി ഒരുവൻ ആദ്യമൊക്കെ എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും തുറന്ന മനസ്സോടെ അല്ലെങ്കിലും ഒരുങ്ങുന്നു. അതൊരു വലിയ ചുവട് തന്നെ. സേവയിൽ മെല്ലെ മുഴുകുന്നതോടെ അതിന്റെ ആനന്ദം അവൻ അനുഭവിച്ചു തുടങ്ങും. അപ്പോൾ സേവയ്ക്കുള്ള ഓരോ അവസരവും ഭഗവാൻ തന്ന കൃപയായി മനസ്സിലാക്കും. അടുത്തപടിയായി തന്റെ സേവ സ്വീകരിക്കുന്നത് സായിശ്വരൻ തന്നെ എന്ന ബോധ്യത്തിൽ അവൻ എത്തുന്നു. അതുതന്നെയാണ് ആധ്യാത്മികതയിലെ ഏറ്റവും ഉന്നതമായ നില. സർവം സായിമയം ജഗത്ത്. ആധ്യാത്മിക ഉന്നതിക്കായി 1960 ഭഗവാൻ സ്ഥാപിച്ചതാണ് ശ്രീ സത്യസായി സേവാ സംഘടന. മാനവനിലുള്ള ദിവ്യതയെ അറിയുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ജാതി, മത, സാമ്പത്തിക, ദേശ, ഭാഷ ഭേദങ്ങളൊന്നുമില്ലാതെ നിസ്വാർത്ഥ സേവനം, അതാണ് സംഘടനയുടെ അടിത്തറ. അതുകൊണ്ട് തന്നെ സായി സംഘടനയ്ക്ക് അതിരുകളില്ല. എല്ലാവരെയും അത് ഉൾക്കൊള്ളുന്നു. ഈശ്വരന്റെ പിതൃത്വം, മാനവന്റെ സാഹോദര്യം, ഇതാണ് സംഘടനയുടെ ആശയം. ഇക്കാരണങ്ങളിൽ ഏത് വിശ്വാസിക്കും തങ്ങളുടെ വിശ്വാസത്തിന് തെല്ലും ചാഞ്ചല്യം വരുത്താതെ തന്നെ സായി സംഘടനയിൽ പ്രവർത്തിച്ച് ആത്മീയോന്നതി നേടാനാകും. എല്ലാ ഹൃദയങ്ങളിലുമുള്ള ഈശ്വരനെ പ്രേമപൂർവ്വം സേവിക്കുക, അതാണ് സായി മതം. അതുകൊണ്ടാണ് സായി സംഘടനയുടെ മുദ്രയിൽ ലോകത്തിലെ പ്രധാന മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന അടയാളങ്ങൾ കൊത്തുന്നതും. സായി സംഘടനയിൽ അംഗമാകാൻ അംഗത്വ ഫീസും ഇല്ല. ആധ്യാത്മികം, സേവനം, വിദ്യാഭ്യാസം, ഈ മേഖലകളിൽ സംഘടന വിപുലമായി പ്രവർത്തിക്കുന്നു. സംഘടനയിലെ ഓരോ സാധകനും ദൈനംദിന സാധനയിൽ മുടക്കം വരുത്തരുത്. താഴെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും സാധകൻ പരിശീലിക്കണമെന്ന് സായി സംഘടനയിലൂടെ ഭഗവാൻ ആവശ്യപ്പെടുന്നു. കാരണം ഈ സംഘടനയെ ഭഗവാൻ തന്റെ ശരീരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ടാക്കുന്ന ഓരോ കുറവും ഭഗവത് ശരീരത്തിന് ക്ഷതം വരുത്തുമല്ലോ. ഒരു ആധ്യാത്മിക സാധകന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ് താഴെ പറയുന്ന 9 ഉപദേശങ്ങൾ. 1. ചിട്ടയോടെ എന്നുമുള്ള പ്രാർത്ഥനയും ധ്യാനവും. 2. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഭജന. 3. കുട്ടികളെ ബാലവികാസ് ക്ലാസുകളിൽ പങ്കെടുപ്പിക്കുക. 4. സമിതി ഭജനയിലോ നഗരസങ്കീർത്തനത്തിലോ മാസത്തിലൊരിക്കലെങ്കിലും പങ്കെടുക്കുക. 5. സംഘടന സംഘടിപ്പിക്കുന്ന സാമൂഹ്യ സേവയിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കുക. 6. സായി സാഹിത്യ പാരായണത്തിലൂടെ ആധ്യാത്മിക പഠനം. 7. പ്രേമപൂർവ്വം മൃദുവായി സംസാരിക്കുക. 8. പരദൂഷണം അരുത്, പ്രത്യേകിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ.
9. ആഗ്രഹങ്ങൾക്ക് പരിധി കൽപ്പിക്കുക. അങ്ങനെ നേടുന്ന സമ്പാദ്യം ജനസേവനത്തിന് ഉപയോഗിക്കുക. സേവാ സംഘടന ഭഗവാന്റെ അരുൾമൊഴികൾ. സായി സംഘടനയിലെ പ്രവർത്തകൻ താൻ മുന്തിയവനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യസ്തനെന്നോ ഉള്ള ബോധം ഒഴിവാക്കണം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹായം നീട്ടണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കണം. ഏതെങ്കിലും ജില്ലയിൽ കൂടുതൽ സംഘടനാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ ഞാൻ സന്തോഷിക്കുകയോ അഭിമാനിക്കുകയോ ചെയ്യുന്നില്ല. പ്രേമപൂർണമായ ഹൃദയത്തോടെയുള്ള നിസ്വാർത്ഥ സേവനമാണ് എനിക്ക് ആവശ്യം. പേരിൽ മാത്രം നിലകൊള്ളുന്ന സമിതികളും ആശയത്തിനും ആദർശത്തിനും വിപരീതമായി പ്രവർത്തിക്കുന്നവയും ഉടൻ നിർത്തുന്നതാണ് നന്ന്. പ്രവർത്തിക്കാത്ത, മോശമായി പ്രവർത്തിക്കുന്ന 100 എണ്ണത്തേക്കാൾ നല്ലത് ശരിയായി പ്രവർത്തിക്കുന്ന 1, 2, 3 എണ്ണമാണ്. ഒരു പാറ കഴുതപ്പാലിനേക്കാൾ നല്ലത് 2 ഔൺസ് പശുവിൻ പാലാണ്. പ്രേമം വളർത്തുക, പ്രേമം പ്രദർശിപ്പിക്കുക, ചുറ്റുപാടും ആകർഷിക്കുക. അതാണ് നേതൃത്വം അർഹിക്കാനുള്ള മാർഗം. സത്യസായി സംഘടന പ്രേമത്തെ വളർത്തി വികസിപ്പിക്കാനുള്ളതാണ്, നിർബന്ധപൂർവമുള്ള ഒരു സംഘടനയല്ല. ഇത് ഹൃദയത്തിൽ നിന്ന് ജനിച്ച് ഹൃദയത്തെ വിശാലമാക്കുന്നു. പ്രേമം വളർത്തി വികസിപ്പിക്കുവാനുള്ള അന്ധപ്രചോദനം ബാഹ്യരൂപം കൈക്കൊണ്ടതാണ് ഈ സംഘടന. ചില സ്റ്റേറ്റ് പ്രസിഡന്റുമാരും ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാരും തങ്ങളുടെ പേരിൽ ദുരാരോപണങ്ങളുണ്ടെന്നും തങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആവലാതി കത്തുകൾ കിട്ടുന്നുണ്ടെന്നും എനിക്ക് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ക്ഷോഭം ഒരു സാധകന് യോജിക്കാത്തതാണ്. ദുരാരോപണത്തിന് ചെവി കൊടുത്താൽ സമാധാനം നഷ്ടപ്പെടും. സത്യം മാത്രം കേൾക്കുക. ശാന്തിയും സമാധാനവും തരുന്ന വാർത്തകൾ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയായാലേ സാധനയാകുന്ന സേവനം വിജയം വരിക്കുകയുള്ളൂ. അപവാദങ്ങളിൽ നിന്ന് ഞാൻ പോലും ഒഴിവല്ല. എന്റെ തലമുടി എന്റെ ചെവികളെ എത്ര കണ്ട് മൂടുന്നു എന്ന് കാണുവാൻ കഴിയും. ഭക്തന്മാരിൽ നിന്നും ദുഷ്പ്രചാര വേല ചെയ്യുന്നവരിൽ നിന്നും എനിക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകളെ എന്റെ തലമുടി അരിച്ചെടുത്ത് സത്യമായതും ആനന്ദപ്രദമായതും മാത്രം എന്റെ ചെവിയിൽ കടത്തുന്നു. ചിലർ ഹഠയോഗം, ക്രിയായോഗം, രാജയോഗം പോലെയുള്ള സാധനാക്രമങ്ങളിൽ ആകർഷിതരാണ്. ആത്മസാക്ഷാത്കാരത്തിന് അവ സഹായിക്കുന്നുവെന്നും അവകാശപ്പെടുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവയൊന്നും ഈശ്വര സാക്ഷാത്കാരം സാധ്യമാക്കില്ല. പ്രേമയോഗത്താൽ അച്ചടക്കത്തോടുകൂടിയ പ്രേമത്തിന് മാത്രമേ നിങ്ങളെ ഈശ്വര സന്നിധിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മേൽപ്പറഞ്ഞവ മനഃശാഞ്ചല്യങ്ങളെ താൽക്കാലികമായി ശാന്തമാക്കാൻ ഉപകരിച്ചേക്കാം, ആരോഗ്യം മെച്ചമാക്കിയേക്കാം, ആയുസ് നീട്ടിയേക്കാം. അതിൽ കൂടുതലായി ഒന്നുമില്ല. കൂടുതൽ കൊല്ലം ജീവിച്ചിട്ട് എന്ത് മേന്മയാണ് നിങ്ങൾക്ക്? ഈശ്വരൻ ഇറങ്ങി വന്ന് മനുഷ്യ സേവനം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും സേവനത്തിന് തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു. സ്വധർമ്മത്തെ അറിയുക, പാലിക്കുക. ഈശ്വരാവതാരങ്ങളെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് മുൻയുഗങ്ങളിൽ ജീവിച്ചവർ എന്ന് താൻ വളരെ കാലം വിശ്വസിച്ചിരുന്നുവെന്ന് സ്വാമി കാരുണ്യാനന്ദൻ പ്രസ്താവിച്ചു. തുടർന്ന് അദ്ദേഹം പ്രസ്താവിച്ചു, ഈ തലമുറയേക്കാൾ ഭാഗ്യവാന്മാരായി ആരും ഒരു യുഗത്തിലും ഉണ്ടായിട്ടില്ല. ആ പ്രസ്താവന തികച്ചും സത്യം. ഒരിക്കലല്ല, 3 വട്ടം അത് സത്യമാണ്. കാരണം മുൻയുഗങ്ങളിൽ ഒന്നിലും മനുഷ്യന് ഈ അതുല്യമായ സന്ദർഭം കിട്ടിയിട്ടില്ല. ഇത്തരം ഒരു സംഘടന സ്ഥാപിക്കപ്പെടുകയോ ഇതുപോലൊരു സമ്മേളനം ദിവ്യ സാന്നിധ്യത്തിൽ നടത്തപ്പെടുകയോ ഉണ്ടായിട്ടില്ല. ഈശ്വരനുമായി സഹകരണം, സൗഹാർദ്ദ സംഭാഷണം, ഭജന, ആനന്ദം എന്നിവയ്ക്കുള്ള അവസരം മുൻപൊരിക്കലും ഉണ്ടായിട്ടേയില്ല. സംശയം വേണ്ട, നിങ്ങൾ എല്ലാവരും വിസ്മയിക്കത്തക്ക ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഈ അവസരം കൈവിട്ടു കളയരുത്. സംഘടനയെ മുറുകെ പിടിച്ച് ഏറ്റവും ഉപയോഗപ്രദമാക്കുക. ഉറച്ച വിശ്വാസത്തോടും ഉന്മേഷത്തോടും ഭക്തി നിർഭരമായി നിർദ്ദേശിച്ച പദത്തിൽ കൂടി സത്യസാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. സത്യസാക്ഷാത്കാരത്തിന്റെ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. സേവ ചെയ്യാൻ മനുഷ്യന് മാത്രമേ സാധ്യമാകൂ. അത് അവന് നൽകിയ വിശിഷ്ടമായ അനുഗ്രഹവും കഴിവുമാണ്. എന്റെ പാദസേവ ചെയ്യാൻ നിങ്ങൾ എത്ര കൊതിക്കുന്നു എന്ന് എനിക്കറിയാം. എന്റെ ഈ ശരീരത്തിന്റെ പാദങ്ങൾ തടവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അനുവാദം നൽകിയെന്നിരിക്കട്ടെ. എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്റെ പാദങ്ങൾക്ക് എന്ത് സംഭവിക്കും? പക്ഷേ എന്റെ പാദങ്ങൾ തടവാൻ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരികയാണ്. ഇക്കാണായ സർവ്വ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ്. അവരെ സേവിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെ, സായിയെ, അതായത് ഈശ്വരനെയാണ് സേവിക്കുന്നത്. അതിന് സായി സംഘടന സഹായിക്കും. ഈ മഹത്തായ പാഠം പ്രശാന്തി സേവയിൽ കൂടി നാം പഠിക്കുന്നു.
സേവ 3 വഴികൾ. ധനികരെ സേവിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു. പക്ഷേ ധനികർക്ക് സേവ ആവശ്യമില്ല. അവർക്ക് തങ്ങളെ സഹായിക്കാനായി ജോലിക്കാരെ നിയമിക്കാം. എന്നിട്ടും നിങ്ങൾ അവരെ സേവിക്കുന്നെങ്കിൽ അത് ലക്ഷ്മി നാരായണ സേവയാണ്, അതായത് ധനസേവ. തുല്യ നിലയിലുള്ളവരെ സേവിക്കുക. അതിനു പിന്നിലും ഗൂഢോദ്ദേശമുണ്ട്. നാളെ നമുക്കും അവരുടെ സഹായം വേണ്ടി വരും. ഒരു പരസ്പര സഹകരണ മനോഭാവം എന്ന് സാരം. 3. അടുത്തത് ദരിദ്രരെ സേവിക്കുകയാണ്. അത് ദരിദ്ര നാരായണ സേവ. നാരായണൻ എല്ലാവരിലും ഉണ്ട്. പക്ഷേ ദരിദ്രനിലെ നാരായണനെയാണ് നാം ആദ്യം പൂജിക്കേണ്ടത്. കാരണം അവരിലുള്ള നാരായണൻ അത് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. സായി സേവനമാകുന്നു, സേവനം സായി ആകുന്നു. ഭഗവാനെ ലഭിക്കാനായി യാത്ര ചെയ്യേണ്ടത് സേവനമെന്ന രാജപാതയിലൂടെയാണ്. ഭഗവാൻ ബാബ അരുളുന്നു, ഗ്രാമങ്ങളിൽ ഭാരതം ഇന്ന് നിലകൊള്ളുന്നു. നഗരങ്ങളിൽ ഭാരത സംസ്കാരം ലോപിച്ചുപോയി. ഗ്രാമങ്ങൾ ഉണർന്നാൽ ഭാരതം ഉണരും. നിങ്ങൾ പഠിച്ച അറിവുകൾ ഗ്രാമവാസികൾക്ക് സമ്മാനിക്കുക. ഭഗവാന്റെ ഈ അമൃതവചനങ്ങൾ ഭക്തന്മാർ ഏറ്റെടുത്തു. എല്ലാ സംസ്ഥാനങ്ങളും തങ്ങളുടെ സ്ഥലത്ത് ഗ്രാമസേവയ്ക്കുള്ള പദ്ധതികൾ നടപ്പാക്കി. അതിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു പാലക്കാട് ചിറ്റൂർ പ്രദേശത്തുള്ള കരിഞ്ഞാലിപ്പള്ളം ഗ്രാമം. രാമായണ കർത്താവ് തുഞ്ചത്താചാര്യന്റെ സമാധി മന്ദിരത്താൽ അനുഗ്രഹീതമാണ് ചിറ്റൂർ. കരിഞ്ഞാലിപ്പള്ളം സായീശ്വരന്റെ ആഹ്വാനം ചെവിക്കൊണ്ടു. പുണ്യവതിയായ കല്യാണി അമ്മ തന്റെ കിടപ്പാടം ഭഗവത് കാര്യത്തിനായി വിട്ടുകൊടുത്തു. ആ അമ്മയുടെ സകല ചുമതലകളും ഏറ്റെടുത്ത് സായി സംഘടന ശ്രീഹരിയിലൂടെ അവിടെ കമ്മ്യൂണിറ്റി സെന്റർ ആരംഭിച്ചു. ഗ്രാമവാസികളുടെ സഹകരണത്തോടെ കുട്ടികൾക്ക് മാനവ മഹിമയുടെ പാഠങ്ങൾ പകർന്നു. സംഘടന പകർന്ന തൊഴിൽ പരിശീലനത്തിലൂടെ യുവജനങ്ങൾ അവരുടെ ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാട് തെളിച്ചെടുത്തു. ആരോഗ്യം, പെരുമാറ്റം, അച്ചടക്കം, സഹകരണം, വ്യക്തിത്വം ഇവയിലൊക്കെ പ്രകടമായ മാറ്റങ്ങൾ കുട്ടികളിൽ നിഴലിച്ചത് കണ്ട് ഗ്രാമത്തിലെ അമ്മമാർ സന്തോഷവതികളായി. സായി മഹിമ അറിഞ്ഞവർക്ക് ഭർത്തി ദർശനത്തിന് ആഗ്രഹമായി. അവർ യാത്രയായി. പുട്ടഭർത്തി ദർശനം ഗ്രാമീണരിൽ നവോർജം പകർന്നു. ആഹാരത്തോടൊപ്പം അറിവും പകർന്ന് അവരെ മൂല്യബോധമുള്ള ജീവിതശൈലിയിലേക്ക് പാകപ്പെടുത്തുകയാണ് യഥാർത്ഥ ഗ്രാമസേവ. അത്തരം ഗ്രാമസേവ തന്നെ സായി സേവ. നമ്മുടെ സേവനത്താൽ നരനിലെ നാരായണൻ പ്രസന്നനാകുമ്പോൾ നമ്മുടെ മാനവജന്മം സഫലമായി. സായീശ്വരൻ തൃപ്തനായി. ഈശ്വരൻ ലഭിക്കാൻ എന്തു പഠിക്കണം? പുലർക്കാലം ഭഗവാൻ കുളിക്കാൻ കയറി. മുറിയിലുണ്ടായിരുന്ന വേദപണ്ഡിതൻ കാമാവധാനി ചിന്തിച്ചു, ഇനി അകത്തു നടക്കാൻ പോകുന്നത് മഹാദേവന്റെ അഭിഷേകം. അദ്ദേഹം ഉടൻ കുളിമുറിയുടെ സമീപം നിന്ന് അഭിഷേക മന്ത്രം ജപിക്കാൻ തുടങ്ങി. ശ്രീ നഞ്ചുണ്ട ഇത് കണ്ടു. അദ്ദേഹത്തിന് ദുഃഖമായി. എത്ര മഹത്തായ അവസരം! കാമാവധാനി ഗംഭീരമായി അത് ഉപയോഗിക്കുന്നു. എനിക്ക് വേദം അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല, എന്തൊരു ദുർവിധിയാണ് എന്റേത്. തിരുനാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നഞ്ചുണ്ടയുടെ കണ്ണുകളിൽ നിറഞ്ഞു. ഈ സമയം ഭഗവാൻ കുളി കഴിഞ്ഞ വാതിൽ തുറന്നു. കേശകിരീടവും സൂര്യപ്രഭയെ വെല്ലുന്ന മുഖകമല ശോഭയും അനുപമം. വിടർന്ന നേത്രങ്ങളോടെ ഊർജം പ്രസരിക്കും വിധം സ്വാമി പുറത്തേക്കിറങ്ങി. കാരുണ്യപൂർവ്വം കാമാവധാനിയെ നോക്കിയിട്ട് പിന്നീട് മധുരമന്ദഹാസത്തോടെ ചോദിച്ചു, കാമാവധാനി, ഈശ്വരനെ കിട്ടാൻ വേദവും മന്ത്രങ്ങളും പഠിക്കേണ്ടതുണ്ടോ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? തൊഴുകയോടെ അദ്ദേഹം പറഞ്ഞു, ഈശ്വരനെ ലഭിക്കാൻ പാണ്ഡിത്യം അത്യാവശ്യമില്ല സ്വാമി. തിരുനാമജപവും സ്മരണയും ധാരാളം മതി. സ്വാമി നഞ്ചുണ്ടയ്യയുടെ നേരെ നോക്കി പറഞ്ഞു, നിനക്കുള്ള ഉത്തരം കിട്ടിയില്ലേ? തിരുനാമജപത്തിന്റെ പ്രാധാന്യം ഒരു വേദപണ്ഡിതനെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചു. അങ്ങനെ അത് ആധികാരികമാക്കി. എളുതായി സുഗമമായ മഹത്തായ ഈ സാധന നമുക്ക് ഈ നിമിഷം തുടങ്ങാം. ഇഷ്ടമുള്ള തിരുനാമം നാവിൽ സദാ നൃത്തം ചെയ്യട്ടെ. അതുവഴി നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും പരിഹാരം ഉറപ്പാണ്. ഇത് സത്യസ്വരൂപനായ ഭഗവാൻ ബാബയുടെ അമൃതവചനങ്ങളാണ്. ഓം തത്സത്ത്.